എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കാൽവറിനാഥ മിനിസ്ട്രിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ കേൾക്കുന്ന വചനം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കാലങ്ങളായി അനേകർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന് വരും? കഴിഞ്ഞ 2000-ലധികം വർഷങ്ങൾ കൊണ്ട് ഈ വാക്ക് ലോകമെങ്ങും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു വരും എന്ന്. പക്ഷേ കഴിഞ്ഞ 2000-ലധികം വർഷമായി കർത്താവ് ഇതുവരെയും ഭൂമിയിൽ താൻ പറഞ്ഞതുപോലെ മടങ്ങിയെത്തിയിട്ടില്ല. ഈ 2026-ലും നാം പ്രസംഗിക്കുന്നു, കർത്താവ് വേഗം മടങ്ങി വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ പ്രസംഗിക്കുവാൻ, അങ്ങനെ പറയുവാൻ, ലോകമെങ്ങും അത് പറയുവാൻ കർത്താവ് കൽപ്പന തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക്, ആ സെൻറ്റൻസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ എന്ന് കർത്താവ് വരും എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അതറിയില്ല. അത് കർത്താവിന് മാത്രം അറിയാവുന്നൊരു വസ്തുതയാണ്. ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ശിഷ്യന്മാരോടായി കർത്താവ് പറയുന്ന ചില സെൻറ്റൻസുകളുണ്ട്. ഈ ലോക സംഭവങ്ങളെക്കുറിച്ചും അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനങ്ങളെക്കുറിച്ചും കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവ് പറയുന്ന ചില സൂചനകളുണ്ട്. അതൊക്കെ നിലനിൽക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും, മാനുഷികമായി ബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിയും. ഒരുപക്ഷെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. അത് ശരിയാണെങ്കിൽ പോലും ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായൊരു വസ്തുത, കർത്താവ് ഇന്ന് വന്നാൽ മരിച്ചവരക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരോടൊപ്പം ഞാനും ഉണ്ടാകുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് ഈ വേദഭാഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവ് വരാം. ആരോടും പറയാതെ, ഒരു മുന്നറിയിപ്പ് നൽകാതെ, ഒരു യാതൊരു സൂചനയും നൽകാതെ, നനച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് വരും. എന്നാൽ ആദ്യത്തെ ഭാഗത്ത് പറയാണ്, അതിൻ്റെ കാലങ്ങളെക്കുറിച്ചോ സമയങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു വസ്തുത, കർത്താവ് അങ്ങനെ വരും എന്ന് വെച്ചുകൊണ്ട് തന്നെ ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പിതാവിൻ്റെ കഥ ഞാനിങ്ങനെ പറയട്ടെ. ആ പിഞ്ചു കുഞ്ഞിനോട്, കൊച്ചു കുഞ്ഞിനോട് മാതാവ് എപ്പോഴും പറയും, നിന്റെ അച്ഛൻ വരും വരും വരും. ഓരോ ദിവസങ്ങളിലും ആ കുട്ടി വാതിൽക്കൽ നിന്ന് നോക്കും. രാത്രിയാവുമ്പോൾ ആ കുട്ടി അമ്മയോട് പറയും, അച്ഛൻ ഇന്നും വന്നില്ലല്ലോ. ഓരോ പ്രഭാതങ്ങളിലും അമ്മ പറയും, ഇന്ന് വരും. ആ വൈകുന്നേരവും ആ മകൻ പറയും, ഇന്നും അച്ഛൻ വന്നില്ലല്ലോ. എന്നാൽ ദിവസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. ആ കുട്ടിക്കറിയില്ല, പോയി കഴിഞ്ഞാൽ ഉടനെ വരാൻ കഴിയില്ല, ചില മാസങ്ങൾ ഒരുപക്ഷെ എടുത്തെന്നിരിക്കും എന്ന്. എന്നാൽ ഒരു ദിവസം കുട്ടി പകൽ സുഖമായി കിടന്ന് ഉറങ്ങുമ്പോൾ തൻ്റെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വന്ന് തന്നെ തട്ടി വിളിക്കുകയാണ്. ആ കുട്ടി ഉറക്ക ചുവടെ എഴുന്നേറ്റു. ആരാണെന്നറിയില്ല, പെട്ടെന്ന് മനസ്സിലായില്ല. ഓടി അമ്മയുടെ അടുക്കിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ആ കുട്ടിക്ക് സുബോധം വന്നിട്ട് അമ്മ പറഞ്ഞു, നീ ചെന്ന് നോക്ക്, ആരാ വന്ന് നോക്ക്. അവിടെ ചെന്നപ്പോൾ തൻ്റെ കട്ടിലെല്ലാം അനേക സമ്മാനങ്ങളുണ്ട്, പാവയുണ്ട്, താൻ ഇഷ്ടപ്പെട്ട ആഗ്രഹിക്കുന്ന അനേക സാധനങ്ങളുണ്ട്. നോക്കിയപ്പോൾ ആ കസേരയിൽ തൻ്റെ പിതാവ് ഇരിക്കുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത്, അയ്യോ ഇതെൻ്റെ അച്ഛനാണല്ലോ. ആ കുട്ടി ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിലേക്ക് കയറി. ഞാൻ ഓർപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, നാം ഒക്കെ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ കർത്താവ് വരും. എന്നാൽ കർത്താവ് വരുമ്പോൾ തള്ളപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയിലാണ് നാം എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ചിന്ത, എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് വരുമ്പോൾ നാം എടുക്കപ്പെട്ടില്ല, എന്തായിരിക്കും അടുത്ത സ്ഥിതി? വിശുദ്ധ വേദപുസ്തകം ഭാവി കാലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ 7 വർഷത്തെ മഹാപീഡന കാലഘട്ടം ആരംഭിക്കുകയാണ്. അന്ന് പരിശുദ്ധാത്മ യുഗമല്ല, പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ല.
പിശാച് അധികാരം ഏറ്റെടുത്ത് ലോകരാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് രക്ഷിക്കപ്പെടുവാനോ അതിന് യാതൊരു ആഹ്വാനവും ഇല്ലാത്തൊരു കാലഘട്ടം. എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ട സഭ അവർ പോയി. ഇനിയുള്ള ആളുകളെ ആ നിലയിൽ കൂട്ടാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ തള്ളപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ലജ്ജയാണത്, എത്ര വലിയ നഷ്ടമാണ്. ഈ വേദപുസ്തകത്തിൻ്റെ ഈ വാക്യത്തിന് മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സമയം നാം ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക: എൻ്റെ പ്രവൃത്തിയും എൻ്റെ ചിന്തയും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ജീവിതവും എൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിത യാഥാർത്ഥ്യങ്ങളും കർത്താവിന് മുമ്പിൽ വിശുദ്ധമാണോ? എൻ്റെ പേരും കർത്താവിൻ്റെ സന്നിധിയിലെ പുസ്തകത്തിലുണ്ടോ? കർത്താവ് വരുമ്പോൾ എന്നെയും തൻ്റെ സന്നിധിയിൽ ചേർക്കുമോ? ഓരോ നിമിഷവും ആ ഉറപ്പോടുകൂടെ നമുക്കായിരിക്കാം. ഒരിക്കലും തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവ് വേഗം മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പാപങ്ങൾ, തെറ്റുകൾ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എത്രയും വേഗം അത് പരിഹരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്നേഹിതരോട്, ചാർച്ചക്കാരോട്, മറ്റുള്ളവരോട്, മാതാപിതാക്കളോട്, മക്കളോട്, പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും തെറ്റോ ദുഃഖമോ വേദനയോ നമുക്കുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് സന്തോഷത്തോടെ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറഞ്ഞിരിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചത് കണ്ടെത്തി പരിഹരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം അറിയാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ചു എന്ന് തോന്നുന്നെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരും അറിയാതെ നാം മാത്രം അറിയാവുന്ന ചില തെറ്റുകൾ നാം അനുവർത്തിക്കുന്നുവെങ്കിൽ അതിന്ന് അവസാനിപ്പിച്ച് ഒരു പുതുമയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ, ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് എങ്കിൽ, ഇപ്പോഴാണ് കർത്താവ് നിങ്ങൾക്ക് തരുന്ന നല്ല സമയം. നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരും. വന്നു കഴിഞ്ഞിട്ട് സമയം അതിന് നമുക്ക് ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയ സ്നേഹിത, സഹോദരി, കുഞ്ഞുങ്ങളെ, താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിച്ച, പച്ച ശരീരത്തിൽ സകല മുറിവുകളും ഏറ്റെടുത്ത് പിടഞ്ഞു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രാജാതിരാജാവും കർത്താവുമായ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ, താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അനുഭവിച്ച കർത്താവിനെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റെടുത്ത് നമ്മെ വിശുദ്ധരായി മാറ്റുവാൻ, ആ പാപങ്ങളെ ഏറ്റെടുത്ത് പരിഹാരമാർഗം ഒരുക്കിയ ആ കർത്താവിനെ താങ്കളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഇത്രമാത്രം ചെയ്താൽ മതി. ഞാനൊരു പാപിയാണെന്ന് കർത്താവിൻ്റെ മുമ്പിൽ സമ്മതിക്കുക. കർത്താവെ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണമേ. എന്നെ അവിടുത്തെ മകനായി, മകളായി അംഗീകരിക്കണമേ. ഇനിമേലിൽ എൻ്റെ മരണം വരെ, അല്ലെങ്കിൽ അവിടുത്തെ വരവ് വരെ പാപം ചെയ്യുവാൻ, അങ്ങേക്ക് ഹിതമല്ലാത്ത ഒന്നും ചെയ്യുവാൻ എന്നെ അനുവദിക്കരുത്. വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ ഇടയാകണം. എൻ്റെ പേരും അവിടുത്തെ പുസ്തകത്തിൽ എഴുതണം. ഈ സമർപ്പണം നിത്യസമർപ്പണമായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാനിടയാകും, വീണ്ടും ജനിക്കുവാനിടയാകും. അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും എന്നുള്ളൊരു പ്രത്യാശയുള്ളത്. പക്ഷേ അതിനുശേഷം പാപം ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ആ ആത്മനിറവിൽ ജീവിപ്പാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ്, ഞാൻ പോകും, ഞാൻ മാത്രം പോകും, ഞാൻ തീർച്ചയായിട്ടും പോകുമെന്ന വിശ്വാസം നല്ലതാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരാജയങ്ങളും തോൽവികളും ഒരുപക്ഷെ തെറ്റുകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ആ ഉറപ്പിനെ ഒന്നുകൂടെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആ ഉറപ്പോടുകൂടെ, ഞാൻ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തലകൾ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, അവിടുന്ന് വേഗം വരുമെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിച്ചു. ആ വചനത്തിലൂടെ കർത്താവെ, അവിടുത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ, അറിവില്ലായ്മകളെ അവിടുന്ന് ക്ഷമിച്ച് മാനസാന്തര അനുഭവത്തോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പേരും അവിടുത്തെ പുസ്തകത്തിലുള്ളതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരോട് കർത്താവ് സംസാരിക്കണം. അവരുടെ ഹൃദയത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനിടയാകണം. നല്ല മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ അവരെ ഇടയാകണം. അല്ല, അവർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അവരെ ഇടയാകണമേ. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ദൈവം നൽകണം. അവരുടെ വേദനകൾക്ക്, ദുഃഖത്തിന് ആശ്വാസം അവിടുന്ന് നൽകണം. അവരുടെ രോഗത്തിന് സൗഖ്യം നൽകണം.
എൻ്റെ കർത്താവ് ജീവനുള്ള ദൈവമാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. തന്ന നന്മകൾക്ക് നന്ദി. അനേകരും കർത്താവിനെ അറിയുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.